എന്താണ് വിദേശ വിദ്യാഭ്യാസത്തിലുള്ള ചെലവ് നമുക്ക് എന്നുള്ളത് നമ്മുടെ ഒരു ധാരണയിൽ ഭയങ്കര കോസ്റ്റ് കൂടിയൊരു കാര്യമല്ലേ വിദേശ വിദ്യാഭ്യാസം. ഇവിടെ നമ്മളൊരു 15 lakhs 20 lakhs ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന ജോലി കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ചിലപ്പോൾ റീപേയ്മെൻറ്റും നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസും മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കൺസൾട്ടൻറ്റ് പല രാജ്യങ്ങളിൽ ഡീൽ ചെയ്തിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ വരുന്ന കുട്ടികളെ കറക്റ്റായിട്ട് ഇന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ കരിയർ തുടങ്ങണം, ഇന്ന പ്രൊഫഷൻ ഇവിടെയാണ് നല്ലത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ശരിക്കും കൺസൾട്ടൻറ്റ്. സ്റ്റഡി അബ്രോഡ് ഏജൻസിയിലെ ഒരു കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഒരു കൺസൾട്ടൻറ്റ് പല രാജ്യങ്ങളിൽ ഡീൽ ചെയ്തിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ UK കാനഡയോ പോലത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും 1-2 രാജ്യങ്ങൾ ഡീൽ ചെയ്യാതെ മിനിമം ഒരു 8-10 രാജ്യങ്ങളെ പറ്റി സംസാരിക്കും കഴിവുള്ള ഒരാളായിരിക്കണം. പല രാജ്യങ്ങളെ പറ്റി അറിവുണ്ടാവുകയും അതിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള സെക്ടേഴ്സും അവിടുത്തെ ഷോർട്ടേജ് സ്കില്ലുള്ള പ്രൊഫഷൻസും മനസ്സിലാക്കി വരുന്ന കുട്ടികളെ കറക്റ്റായിട്ട് ഇന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ കരിയർ തുടങ്ങണം, ഇന്ന പ്രൊഫഷൻ ഇവിടെയാണ് നല്ലത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ശരിക്കും കൺസൾട്ടൻറ്റ്. വിദേശത്ത് പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ 1-2 പേര് അല്ലെങ്കിൽ സാമ്പത്തികമുള്ള ആൾക്കാർ മാത്രം ചെയ്തിരുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് പേര് പോകുന്നുണ്ട്. ഇവിടുന്ന് വിദ്യാർത്ഥികൾ അവിടെ പോയി പഠിക്കുന്നതിന്റെ കാരണം ഞാൻ യാത്രകൾ നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. യാത്ര തുടങ്ങി പല സ്ഥലങ്ങളിലും ചെന്ന് നമ്മൾ അവിടുത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ യൂറോപ്പിൽ പ്രത്യേകിച്ചും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വർഷമുള്ള, അതായത് 200, 300, 400 വർഷം പഴക്കമുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്, അവിടുത്തെ പല പ്രൊഫസേഴ്സ് ഈ മലയാളി അസോസിയേഷൻ സംസാരിക്കുമ്പോൾ അവിടെ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫസേഴ്സൊക്കെ ആയിട്ട് സംസാരിക്കുന്നു, കുട്ടികളോട് സംസാരിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടുത്തെ എന്താണ് വിദേശ വിദ്യാഭ്യാസത്തിലുള്ള ചെലവ് നമുക്ക് എന്നുള്ളത്. നമ്മുടെ ഒരു ധാരണയിൽ ഭയങ്കര കോസ്റ്റ് കൂടിയൊരു കാര്യമല്ലേ വിദേശ വിദ്യാഭ്യാസം. അങ്ങനെയെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞതിൻ്റെ യാത്രയിലൂടെയാണ്. ഇവിടെ എറണാകുളത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ അതല്ലെങ്കിൽ മേ ബി ബാംഗ്ലൂർ അടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകേൾവിയുള്ള കുറച്ച് ഒരു ലെഗസിയുള്ള പാരമ്പര്യമുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ചാർജ് ചെയ്യുന്നത് എത്ര കൂടുതലാണ്. ഞാൻ പഠിച്ചത് തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ്. അവിടെയുള്ള പ്ലേസ്മെൻറ്റ്സ് പോയിരുന്ന മെജോറിറ്റിയും സോഫ്റ്റ്വെയറിലേക്കാണ്. നിങ്ങൾ മെക്കാനിക്കൽ പഠിച്ചാലും ഇലക്ട്രോണിക്സ് പഠിച്ചാലും ഒക്കെ തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടുന്ന സോഫ്റ്റ്വെയറിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ജോലി സാധ്യതകൾ കുറയുകയും ഇവിടുത്തെ ഓവറോൾ നിങ്ങളുടെ ഒരു കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ വളരെ കൂടി. ആ കോസ്റ്റിൽ നിങ്ങൾക്ക് പുറത്തു പോയി പഠിക്കാം. അപ്പോൾ ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരു എക്സ്പോഷർ കിട്ടും, കുറച്ചുകൂടെ നല്ല ജോലി കിട്ടും. ഇവിടെ നമ്മളൊരു 15 lakhs 20 lakhs ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന ജോലി കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ചിലപ്പോൾ റീപേയ്മെൻറ്റും നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസും മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഡിഫറൻസ്, ഈ ഒരു പ്രശ്നം കൊണ്ടാണ് നമുക്ക് പുറത്തേക്ക് കുട്ടികൾ പോകുന്നത് എന്ന് പറയുന്ന കാര്യം സംഭവിക്കുന്നത്. അത് ഇവിടുത്തെ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം കുറയും. നമ്മുടെ നാട്ടിലൊരു നല്ല സോക്കോൾഡ് നല്ല സ്ഥാപനം, അതായത് ഗ്ലോബൽ റാങ്കിങ്ങിനെ പറ്റിയും നല്ല സംസാരിക്കുന്നത്, ഇവിടെയുള്ള ഒരു സോക്കോൾഡ് എല്ലാവരും കേട്ടുകേൾവിയുള്ള കുറച്ച് പഴക്കം ചേർന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ കിട്ടാനായിട്ട് നമ്മൾ ഇടുന്ന എഫേർട്ട് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. കാരണം നമ്മുടെ എവിടെ പഠിക്കാനായിട്ടുള്ള കുട്ടികളുടെ എണ്ണം, യങ് പോപ്പുലേഷൻ കൂടുതലും അവർക്ക് പഠിക്കാനായിട്ട് വേണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് എണ്ണം കുറവുമാണ്. വിദേശങ്ങളിൽ നിന്ന് വരുന്നവരെ തിരിച്ചാണ്, ഏജിങ് പോപ്പുലേഷനാണ്, യങ് പോപ്പുലേഷൻ അല്ല. അപ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ എണ്ണം ഹൈ ആണ്. അവിടേക്ക് വേണ്ട സീറ്റ്സ് ഇഷ്ടം പോലെ ഫില്ല് ചെയ്യാനായിട്ട് പിള്ളേർ പുറത്തുനിന്ന് അങ്ങോട്ട് പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ അവിടുത്തെ എൻട്രി റിക്വയർമെൻറ്റ് കുറഞ്ഞിരിക്കും. ഇവിടുത്തെ ഒരു ആവറേജ് പ്രൈവറ്റ് സ്ഥാപനത്തിലോ ഗവൺമെൻറ് സ്ഥാപനത്തിലോ നമുക്ക് പഠിക്കാൻ കയറണമെങ്കിൽ പോലും എത്രയോ നാളത്തെ എഫേർട്ട് ഇടണം. അപ്പോൾ ആ വഴിയിൽ സഞ്ചരിച്ച് വന്നതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായി പറയുന്നത്. കുറച്ചും കൂടെ എഫേർട്ട്ലെസ് ആയിട്ട് കുറച്ചും കൂടെ നല്ല എക്സ്പോഷർ കിട്ടാൻ അത്ര അധികം പൈസ ചിലവില്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന അത്ര തന്നെ പൈസ അല്ലെങ്കിൽ അതിന് കുറവ് പൈസയ്ക്ക് നമുക്ക് പുറത്ത് വിദ്യാഭ്യാസം നേടാം.